എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും ഒരു നിശ്ചിത ശതമാനം ഫെയിലിയർ റേറ്റ് ഉണ്ട്. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷനുള്ള പേഷ്യൻറ്റിന് നമ്മൾ ഒരു കീ ഹോൾ ആയിട്ടുള്ള സർജറി വഴി അത് പരിഹരിക്കുകയും ആ സർജറിയുടെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് 5% താഴെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് എന്താണ് ഈ വീണ്ടും ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസിനെ സൂചിപ്പിക്കുന്ന ലക്ഷണം എന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. ഒരു പേഷ്യൻറ്റിന് ഷോൾഡർ ഡിസ്ലൊക്കേഷന് വേണ്ടി അത് പരിഹരിക്കാനായിട്ടുള്ള സർജറി ചെയ്തു, റിക്കവറി ആയി, അതിനുശേഷം എപ്പോഴെങ്കിലും ത്രോയിങ് ആക്ടിവിറ്റിയുടെ സമയത്ത് നിരന്തരമായിട്ട് പെയിൻ അനുഭവപ്പെടുക ഷോൾഡറിൽ, അല്ലെങ്കിൽ ഷോൾഡർ പൂർണ്ണമായിട്ടും തെന്നി പോകുന്നില്ല, എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ ഷോൾഡർ എറിയുന്നത് പോലെയോ അല്ലെങ്കിൽ കഴുത്തിനെ പുറകിലേക്ക് കൈയെത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പതുക്കെ ഒരു ചെറിയൊരു ഇൻസ്റ്റബിലിറ്റി ഫീൽ, അതായത് ഒരു ഭയം, അപ്രിഹെൻഷൻ എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ, അതുണ്ടാവുക. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ആ ഇൻസ്റ്റബിലിറ്റി പിന്നെയും വന്നു അല്ലെങ്കിൽ വീണ്ടും തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്.